ورحمة الله. بسم الله والحمد لله. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. സുഹൃത്തുക്കളെ, നാം ഒരു മഹത്തായ മാസത്തിലാണ്. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പവിത്രമാസമായി എണ്ണിപ്പറഞ്ഞ 4 മാസങ്ങളിൽ ഒന്നാണല്ലോ റജബ്. വർഷത്തിന്റെ ആദ്യത്തിൽ മുഹറമും, മധ്യത്തിൽ റജബും, വർഷത്തിന്റെ അവസാനത്തിൽ ദുൽഖഅദ, ദുൽഹജ്ജ്, 4 മാസങ്ങൾ. ഈ മാസത്തിലാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് എന്ന മഹത്തായ യാത്ര നടന്നിട്ടുള്ളത്. ആ യാത്രയിലാണ് 50 നേരം നിസ്കാരം നിർബന്ധമാക്കപ്പെടുകയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടപെടൽ നിമിത്തം അത് 5 നേരമായി ചുരുക്കി 50ന്റെ പ്രതിഫലം ഉമ്മത്തിന് ലഭ്യമാകുകയും ചെയ്തിട്ടുള്ളത്. ഈ റജബ് മാസം കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ പ്രതിജ്ഞയെടുത്ത് ഭക്തിപൂർവ്വം നിസ്കാരം നിർവഹിക്കാൻ എല്ലാവരും സന്നദ്ധത പ്രകടിപ്പിക്കുകയും മഹത്തായ ഈ റജബിന്റെ വലിയ സന്ദേശം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുകയും പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ റജബ് വിത്തിടുന്ന മാസവും ശഅബാൻ നനച്ച് മുളപ്പിക്കുന്ന മാസവും റമളാൻ കൊയ്തെടുക്കുന്ന മാസവുമാണ്. ആ മഹത്തായ റമളാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ നാം വ്യാപൃതരാവുകയും വേണം. റജബ് മാസം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും പുണ്യമുള്ള മാസങ്ങളിൽ ഒന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പെടുക്കുകയും ചെയ്തിട്ടുള്ള മാസമാണ്. റജബ് 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, ശഅബാൻ 1, 2, 3 ഈ ദിവസങ്ങളെല്ലാം നോമ്പെടുക്കൽ സുന്നത്താണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ തന്നെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ 3 ദിവസവും ആദ്യത്തെ 3 ദിവസവും അതുപോലെ എല്ലാ മാസവും 27-നും നോമ്പെടുക്കൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് വളരെ പുണ്യമുള്ള റജബിൽ 27-ന് നോമ്പെടുക്കുന്നതിൽ ആരും സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല. മിഅ്റാജിന്റെ ദിനവും കൂടിയായതുകൊണ്ട് അന്നത്തെ നോമ്പിന് എല്ലാ മാസത്തിലും അവസാനത്തെ ദിനങ്ങളിലുള്ള നോമ്പിന്റെ പുണ്യത്തിന് പുറമെ കൂടുതൽ പുണ്യമുണ്ട് എന്ന നിലക്കും അന്ന് നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ഈ മാസത്തെ നാം നോമ്പിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ ധന്യമാക്കണം. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസക്കും, യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന 4 പവിത്ര മാസങ്ങളിൽ അവയിലൊന്നാണല്ലോ റജബ്. നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യരുത്, ആ മാസത്തിൽ തെറ്റ് ചെയ്യരുത് എന്നതിനർത്ഥം മറ്റുള്ള മാസങ്ങൾ തെറ്റ് ചെയ്യാമെന്നല്ല, മറിച്ച് അത്രയും കൂടുതൽ പരിഗണിക്കേണ്ടുന്ന ഒരു മാസമാണത് എന്നാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ടെന്നും തെറ്റിന് കൂടുതൽ ശിക്ഷയുണ്ടാകുമെന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഈ മഹത്തായ മാസം തന്നെയാണ് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവും ഇന്ത്യ രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ആത്മീയ ചൈതന്യത്തിലൂടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ച സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞ ഒറ്റ കാരണത്താൽ ജയിലിൽ കിടക്കേണ്ടി വരികയും ജയിലിൽ നിന്ന് ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലക്ക് വഫാത്താവുകയും ചെയ്ത ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ പ്രധാന ശിഷ്യനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തും, അങ്ങനെ ഒരുപാട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു മാസവും കൂടിയാണിത്. അവരുടെ പേരിൽ ഫാത്തിഹയും ഖുർആനുമൊക്കെ പാരായണം ചെയ്യുകയും അവരുടെ ബർക്കത്ത് ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്, അതുപോലെ നമ്മൾ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഈ മാസത്തിൽ പ്രത്യേകം നല്ലതാണെന്ന് സൂചിപ്പിക്കുകയും ഈ മാസത്തോടുകൂടി നമ്മുടെ മാനസികമായ അവസ്ഥയിൽ ആത്മീയ ചൈതന്യത്തിലേക്ക് നാം എത്തിച്ചേരാൻ നാം അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യണമെന്നും ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും സമാധാനാന്തരീക്ഷം ഏത് രംഗങ്ങളിലും ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലും നാം മുഴുകിയിരിക്കണമെന്നും എല്ലാവരോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ
വശഅബാന വബാരിക് ലനാ ഫി റമദാൻ, ഒരു റിപ്പോർട്ടിൽ വബല്ലിഗ്നാ റമദാൻ എന്ന് ദുആ ചെയ്ത ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ പ്രാർത്ഥനയും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും ഈ പുണ്യ മാസത്തിലും ദിവസങ്ങളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്ന ഇസ്രാ മിഅ്റാജ് അത് വലിയ സംഭവമാണ്. ധാരാളം അമ്പിയാക്കളുമായി സംഗമിക്കുകയും അമ്പിയാക്കളുടെ സഹായങ്ങൾ ലഭിക്കുകയും അമ്പിയാക്കളുമായി ഒരുമിച്ച് കൂടുകയും അമ്പിയാക്കളുടെ കൂടെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിക്കുകയും ധാരാളം ബർക്കത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്ത ഈ മാസം സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന് വേണ്ടി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.